ഹലോ മൈ ബ്യൂട്ടീസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണിന് ചുറ്റുള്ള കറുപ്പ് നിറം മാറാനായിട്ടുള്ള ഹോം റെമഡീസ് ആയിട്ടാണ്. കുറച്ചധികം കാണിക്കുന്നുണ്ട് കേട്ടോ, കാരണം എല്ലാം ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലല്ലോ. അപ്പോൾ 2-3 മെത്തേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് ഈസി എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനേക്കാൾ മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തേത് ഒരു ഐ മാസ്ക് ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. 1 ടേബിൾ സ്പൂണോളം ഗ്രൗണ്ടഡ് കോഫിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് കോഫി ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ തരി കൂടുതലായിട്ടുള്ള കട്ടകളായിട്ടുള്ള കോഫി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടും നന്നായിട്ട് തരികളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നോളൂ. എന്നാലും ചെറിയ തരികളുണ്ടാവും. കണ്ണിന് ചുറ്റും അത് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ കോഫിയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, കോഫിയൊക്കെ കണ്ണിന് ചുറ്റും തേച്ച് കഴിഞ്ഞാൽ തേക്കാൻ പാടുണ്ടോ, എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടാവുമെന്ന്. കോഫി ബെസ്റ്റാണ് നമ്മളുടെ കണ്ണിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറമൊക്കെ പോകാൻ നല്ലതാണ്. അതേപോലെ തന്നെ പഫി ഐസില്ലേ, കണ്ണിന് ചുറ്റും വീർത്തിരിക്കുക, അതേപോലെ ചുളിവുകൾ, അതൊക്കെ നന്നായിട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഐ മാസ്ക് ആണ്. നിങ്ങൾ വേറൊരു ഐ മാസ്കും വാങ്ങിക്കേണ്ട, ഇത് തന്നെ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസിന് നല്ല കുറവുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതേപോലെ ഒരു ഫിംഗർ ടിപ്പിൽ എടുത്തിട്ട് നമ്മളെപ്പോഴും മോതിരവിരലിൽ എടുക്കുക. എന്ത് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴും മോതിരവിരലിൽ എടുക്കുക. എന്താണെന്ന് വെച്ചാൽ ആ വിരലോട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ വിരലിന് പ്രഷർ കുറവായിരിക്കും. നമ്മൾ പതുക്കെ വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു മോതിരവിരൽ വെച്ചിട്ട് കണ്ണിന് ചുറ്റും ഇതുപോലെ പതുക്കെ അപ്ലൈ ചെയ്യുക. കണ്ണിനുള്ളിൽ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. എന്നിട്ട് വെറുതെ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. സോറി കേട്ടോ, ഞാൻ വീഡിയോയിൽ മോതിരവിരലോണ്ടല്ല അപ്ലൈ ചെയ്യണത്. നിങ്ങൾ കണ്ണിന് ചുറ്റും ഇട്ട് കൊടുക്കുമ്പോൾ മോതിരവിരലോണ്ട് തേച്ച് കൊടുത്താൽ മതി. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം കാണിച്ച ഐ മാസ്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, അതായത് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിൽ, ഒരു മാസ്കും കൂടി കാണിച്ചു തരാം. പക്ഷേ ആദ്യത്തെ ഉണ്ടാക്കാനാണ് കേട്ടോ ഏറ്റവും ഈസി. രണ്ടും ഒരേപോലെ എഫക്റ്റീവാണ്. അപ്പോൾ ചെറിയൊരു പീസ് കുക്കുംബർ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കുക. തോല് കളയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാണ്ട് മിക്സിയിലിട്ടിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം തേനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു കോട്ടൻ്റെ പീസാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കോട്ടൻ്റെ പീസ് വെച്ചിട്ട് കണ്ണിന് ചുറ്റും അങ്ങോട്ട് എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഒരു 1-1.5 ആഴ്ചയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, കേടാവാതെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോട്ടൻ്റെ പീസ് എടുത്തിട്ട് കണ്ണിന് ചുറ്റും ആദ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കോട്ടൺ നമ്മളുടെ കണ്ണിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ട് ഈ സെയിം മാസ്കിലൊന്ന് മുക്കിയതിന് ശേഷം കണ്ണിൻ്റെ മേലെ ഒരു 20 മിനിറ്റ് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച 2 ഐ മാസ്ക് നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടണത് അപ്പോഴൊക്കെ ചെയ്യാം. രാവിലെയോ അല്ലെങ്കിൽ രാത്രി തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് എപ്പോഴാണോ ഫ്രീ ആവണത് അപ്പോൾ ചെയ്യാം. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, രണ്ടും കൂടിയും ട്രൈ ചെയ്യണ്ട. ഓക്കെ, ഇനി വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. നമ്മൾ രാത്രി കിടക്കാൻ പോണേക്കാൾ മുമ്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇത് വൈറ്റമിൻ ഇ ഓയിലാണ്. നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ ഇങ്ങനെ ബോട്ടിലിൽ കിട്ടിയില്ലെങ്കിൽ ചെറിയ ക്യാപ്സ്യൂളായിട്ട് കിട്ടും. അത് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, കണ്ണിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഒരു ക്യാപ്സ്യൂൾ എടുത്തു കഴിഞ്ഞാൽ 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. നമ്മൾ 2 കണ്ണിലിട്ട് കഴിഞ്ഞാലും 2 ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ കുറച്ചെടുത്തതിന് ശേഷം നമ്മളുടെ കയ്യിൽ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചൂടാവും. അതിനുശേഷം കണ്ണിന് ചുറ്റും പതുക്കെ റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നന്നായിട്ട് മസാജ് ചെയ്യുക. ഇത് രാത്രി കിടക്കാൻ പോണേക്കാൾ മുമ്പാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അടുത്തത് നല്ലൊരു ഐ ക്രീമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഡാർക്ക് സർക്കിൾസ് പോവില്ല. നമ്മൾ കണ്ണിന് നല്ല കുളിർമ കിട്ടാനും ചുളിവ് വരാതിരിക്കാനും അതേപോലെ ഐ ബാഗ് ഉണ്ടാവില്ലേ, കണ്ണിന് ഇങ്ങനെ താഴെ തൂങ്ങി ഇങ്ങനെ വരാ, അതൊക്കെ വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നൊരു അണ്ടർ ഐ ക്രീമാണ്. അത് മാത്രമല്ല നമ്മളുടെ കണ്ണിന് ചുറ്റുള്ള ഏരിയ എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മൾ എന്നും രാവിലെ പുറത്ത് പോകാനൊക്കെ റെഡി ആകുമ്പോൾ ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ
ഓഫീസിൽ പോണേക്കാൾ മുമ്പ് കണ്ണിന് ചുറ്റും ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് ലാപ്ടോപ്പിൽ ഒരുപാട് നേരം ഇങ്ങനെ നോക്കിയിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം കണ്ണിന് ചുറ്റും ഇങ്ങനെ ചുളിവും വരകളും അതേപോലെ ഐ ബാഗൊക്കെ വരും. വൈകുന്നേരം ആകുമ്പോഴേക്കും കണ്ണിന് ചുറ്റും ഇങ്ങനെ ഭയങ്കര ക്ഷീണമായിട്ട് നമ്മളെ കണ്ണുകളിരിക്കണ കാണാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ക്രീമാണ് ഈ ബയോട്ടിക്കിൻ്റെ അണ്ടർ ഐ ക്രീം. ബയോട്ടിക്കിൻ്റെ സീവീഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അണ്ടർ ഐ ക്രീമാണ്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് കിട്ടും, ഏത് വാങ്ങിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കണ്ണിന് നല്ലൊരു എനർജിയും അതുപോലെ കുളിർമയൊക്കെ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അണ്ടർ ഐ ക്രീമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാസ്ക് ഇടുക, ഏതെങ്കിലും ഒരു മാസ്ക് സെലക്ട് ചെയ്തിട്ട് അത് ഇടുക. അതിനുശേഷം രാത്രി കിടക്കുന്നതിന് മുന്നേ വൈറ്റമിൻ ഇ ഓയിൽ നന്നായിട്ട് കണ്ണിന് ചുറ്റും മസാജ് ചെയ്യുക. പിന്നെ അടുത്ത ദിവസം രാവിലെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഈ അണ്ടർ ഐ ക്രീം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമ്മളുടെ കണ്ണിന് ചുറ്റുള്ള ഡാർക്ക് സർക്കിൾസ് മാറും, റിങ്കിൾസ് പോവും, ഐ ബാഗ് ഉണ്ടെങ്കിൽ മാറും. അതേപോലെ കണ്ണിന് നല്ല ഫ്രഷ് ഫീലും അതേപോലെ തന്നെ നല്ലൊരു കുളിർമയൊക്കെ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.